ഓ യാ 50 CR നാളെ തന്നെ പാസ്സാക്കി വിട്ടേക്കാം. ബാക്കിയുള്ള എമൗണ്ട് എഗ്രിമെന്റ് നടത്തിയതിനു ശേഷമേ തരാൻ പറ്റൂ. അർജുൻ, ഒരു മിനിറ്റ്. ഓക്കെ ഡ്രാഫ്റ്റ് എനിക്ക് അയച്ചു തന്നേക്കും. ചെക്ക് ചെയ്തിട്ട് ഞാൻ കറക്ഷൻസ് പറയാം. എന്റെ ബിസിനസ്സിൽ എന്റെ താല്പര്യങ്ങളോട് ഞാൻ സംരക്ഷിക്കണമല്ലോ. അപ്പൊ ശരി. എന്ത് ചെയ്യാനങ്ങളെ, അങ്കിളിനെ പോലെ എഫിഷ്യന്റ് ആയ ഒരാള് എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഈ പ്രോബ്ലംസ് മുഴുവൻ എല്ലാത്തിനും ഞാൻ ഓടണമെന്നേ. മടുത്തു. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് ക്യാബിനിലേക്ക് ഇരിക്കാം. വാ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. കുട്ടി തറവാട്ടി പറഞ്ഞാണല്ലോ അല്ലേ? നല്ല ഫസ്റ്റ് ക്ലാസ് തറവാട്. പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പട്ടും വളയും വരെ വാങ്ങിയ കുടുംബ. പിന്നെ ആ കുടുംബം നമ്മളെപ്പോലെ അത്ര റിച്ച് അല്ല, ഒരു സാധാ മിഡിൽ ക്ലാസ് കാര്യ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കുടുംബത്തിലേക്ക് വന്നു കയറുന്ന പുതിയ മരുമകള് പാവപ്പെട്ടവളായാലും വിരോധമില്ല. പ്രായത്തിന്റെ കാര്യത്തിൽ മാച്ചാവുമല്ലോ അല്ലേ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? വയസ്സൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും രണ്ടുപേരും ഒരുമിച്ച് നിന്നാ സൂപ്പർ വൈബായിരിക്കും. ഈ ശ്രീരാമനും സീതാദേവിയും പോലെ, അല്ലെങ്കിൽ കൃഷ്ണനും രാധയും പോലെ. പെർഫെക്റ്റ് മാച്ച്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കുട്ടിക്ക് സമ്മതമാണല്ലോ അല്ലേ? എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വധുവിന് പരിപൂർണ സമ്മതം. ആളെ കാണിച്ചു കൊടുത്തോടെ ഫ്ലാറ്റ്. ഇതല്ലാതെ ഇനി വേറൊരു കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചു. ഓ, അത്രയ്ക്കൊക്കെ ഡെവലപ്മെന്റ് ആയോ? ഞാൻ പറഞ്ഞത് പെണ്ണിന്റെ ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലിയറൻസ് തരേണ്ടത് അങ്കിളാ. പിന്നെ പെണ്ണ് കാണല്, എൻഗേജ്മെന്റ്, കല്യാണം, റിസപ്ഷൻ, അത് കഴിഞ്ഞ് ലൈഫ്. അങ്ങനെ പടിപടിയായി പ്രോഗ്രസ് ചെയ്യുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. മൂപ്പർ ഇതുവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. ഓ ഇതാണ് അത്ര വലിയ പ്രശ്നം. ഇങ്ങോട്ട് നോക്കി. ആളെ പെണ്ണിന്റെ മുമ്പിൽ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അവള് മിടുമിടുക്കിയായതുകൊണ്ട് ഈസി ആയിട്ട് കറക്കെടുത്തോളൂ. അതെന്തായാലും കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അവര് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒഫീഷ്യലായ ആലോചന നടത്താം. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ആളെ കൊണ്ടുപോവാ. പെണ്ണിനെ ഞാനും കൊണ്ടുവരാം. ശരി, എങ്കിൽ സ്ഥലവും സമയവും അർജുൻ തന്നെ തീരുമാനിച്ചാൽ മതി. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഞാൻ ആളെ അവിടെ എത്തിക്കാം. ഓക്കെ, ഞാൻ രാത്രിയിൽ അങ്കിളിനെ വിളിക്കാം. ശരി. വെൽ, എനിക്ക് അടുത്ത മീറ്റിംഗിന് ടൈമായി. അപ്പൊ വരട്ടെ? ഓക്കെ, ശരി, കാണാം. എന്ത് നല്ല ചെറുപ്പക്കാരൻ. കോടീശ്വരനാണെങ്കിലും അതിന്റെ യാതൊരു ലുക്കുമില്ല. ഷോ, വധുവിന്റെ ഫോട്ടോ ചോദിച്ചില്ല. നാളെ നേരിട്ട് കാണുകയല്ലേ, അത് മതി. കൃത്യം 10 മണിക്ക് ആര്യനുമായി സ്വാമി അങ്കിള് റെസ്റ്റോറന്റിലെത്തും. അറ്റ് എനി കോസ്റ്റ്. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കും. ഷുവർ. ഓക്കെ. അപ്പോ 9:30. ബി കെയർഫുൾ. ആര്യൻ ഇതുവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. ഇനിയെല്ലാം നിന്റെ മിടുക്ക് പോലിരിക്കും. അത് ഞാൻ ഏറ്റു. ക്യൂട്ട് എക്സ്പ്രഷൻസ് വാരി വിതറി ആര്യനെ സെറ്റാക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. വെരി ഗുഡ്. പക്ഷേ ഓവറാക്കി ചളമാക്കല്ലേ.